भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल जो दिल को भा रही है वो तेरी शायरी है या कोई शायरा. മിസ്സേ, അപ്പം ഞാനിന്ന് നിങ്ങളുടെ എപ്പിസോഡ് 16 വന്നിരിക്കുന്നത്. അപ്പം ഇന്നലെ പറഞ്ഞ പോലെ അതേ സൈഡ് നിങ്ങളുടെ എപ്പിസോഡ് ഇട്ടിട്ട് ഞാനിന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച 2 ദിവസം സാറ്റർഡേ സൺഡേ ഇടും, ഈ ആഴ്ചയും സാറ്റർഡേ സൺഡേ ഇടും. ഇനി അടുത്ത പറഞ്ഞതിൽ അറിയാലോ സൺഡേ മാത്രമേ ഉള്ളൂ, നോർമലിയാണ്. ഈ ഒരു പാർട്ടിൽ കൂടെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്ന് ക്ഷമിക്കണം ആർമീസ്. ഇന്നലത്തെയും ഇതിനു മുന്നേ വന്നതും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വരുന്നതും ഇഷ്ടമാവെന്ന് വിശ്വസിക്കുന്നു. ഇനി മേ ബി 2 എപ്പിസോഡും കൂടെ കാണത്തുള്ളൂ. കണ്ടൻസ് നോക്കിയപ്പോൾ അങ്ങനെയാണ്. മാക്സിമം ഒരു 18 തീരുമായിരിക്കാം, നമുക്ക് നോക്കാം. എനിവേ, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് രേഷ്മ അടുത്ത് അശ്വിനി ചോദിച്ച കാര്യമായിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് ഈ എപ്പിസോഡിൽ അറിയാം. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ സ്റ്റോറിയിലേക്ക് പോകും. രേഷ്മ ആടാ, പറഞ്ഞോ. ഡീ, നിനക്കിത് എന്താ പറ്റിയെന്നാ ചോദിക്കുന്നത്? അത് പിന്നെ നിങ്ങൾക്കറിയാലോ, ഭഗത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും നീരവും തമ്മിൽ സെറ്റാവാൻ വേണ്ടിയിരുന്നത്. പക്ഷേ അതെല്ലാം ഞാൻ അവനോടും പറഞ്ഞതാണ്. എന്നിട്ട് കൂടെ ഇപ്പോൾ അവൻ പറയുക ഞാൻ ഒരാളെ വെച്ചിട്ട് അവൻ എന്താ യൂസ് ചെയ്യുമായിരുന്നു എന്ന്. അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെയാണോ? ഞാൻ അവിടെ അന്നേ ആദ്യമേ പറഞ്ഞതാണ്. ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നേ? പക്ഷെ സത്യം പറയാം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ എപ്പോഴും എനിക്ക് അവനോടുള്ളൊരു ഇഷ്ടം തോന്നി തുടങ്ങിയടോ. അതാണ് അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ നടന്നത്. അല്ലാതെ ഞാൻ അതിനെ സമ്മതിക്കും തോന്നുന്നുണ്ടോ? പിന്നെന്താ ഇങ്ങനെ പറയണേ? അതിനിടയ്ക്ക് നിനക്ക് ഫീലിങ്സ് ഉണ്ടായോ? ഓക്കെ, ഇത് നീ അവനോട് പറഞ്ഞില്ലേ? എടാ, നീ എന്താ പറയുന്നത്? ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ് അവന് മനസ്സിലാവാനുള്ളത്. ഞാൻ പറഞ്ഞത് ശരിയാ, ഭഗത്തിനെ കാണിക്കാനായിരുന്നു. പക്ഷെ ആ ഒരു ഫ്ലോയിൽ പോയി ആ ഒരു ചേഞ്ച് വന്ന് അവനില്ലാത്ത മൊമെൻറ്റിൽ അവൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നെങ്കിൽ അത് കണ്ടിട്ടെങ്കിലും അവനെ മനസ്സിലാക്കേണ്ടതല്ലേ? ശരി, നീ വിഷമിക്കാതെ വൈകുന്നേരം നീ അവനോടൊന്ന് സംസാരിച്ച് നോക്കുക. അതോ ഞങ്ങൾ ഇനി സംസാരിക്കണം? ഇല്ലടാ, സാരില്ല, ഞാൻ പോണ വഴിക്കൊന്ന് സംസാരിച്ച് നോക്കാന്നല്ല, സംസാരിക്കണം. മാക്സിമം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊണ്ട് ഇങ്ങോട്ടും. ഓക്കേടാ, അങ്ങനെ ആവട്ടെ, മാക്സിമം ശ്രമിക്കാം. ഇപ്പം ലഞ്ച് ബ്രേക്ക് അല്ലേ? ബാ, ഫുഡ് കഴിക്കാൻ പോവാം. അതേടാ, ലഞ്ച് ബ്രേക്ക് തന്നെ. ബാ, നമുക്ക് അവൻ്റെ കൂടെ വിളിച്ചുകൊണ്ട് വരാം. പെങ്ങളെ, ഒരു മിനിറ്റ്. ഞാൻ രാവിലോട്ട് ശ്രദ്ധിക്കുക. എന്തുപറ്റി മുഖം ഒരുമാതിരി വാടിയിരിക്കുന്നു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വീട്ടിൽ ചെന്നിട്ട് മെസ്സേജ് ചോദിക്കാമെന്ന് വിചാരിച്ചേ, പക്ഷെ എൻ്റെ ഫേസ് കണ്ടിട്ട് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. അത് പിന്നെ ചേട്ടാ, ഞാൻ പറയാം. ഇക്കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല. എന്താണേലും പറഞ്ഞു, ഞാനിപ്പോൾ ഫ്രീ ആണ്. ശരി, ഞാൻ പറയാം. ഓക്കെ, ഇതാണല്ലേ പ്രശ്നം. നീ കേട്ടത് വെച്ചാൽ നീ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയൂ. എനിക്ക് നിൻ്റെ സൈഡേ അറിയൂ, ആളുടെ സൈഡ് ഞാൻ കേട്ടിട്ടില്ല, ശരിയാ. പക്ഷെ കേട്ടത് വെച്ച് എന്തോ നീ ചെയ്തത് കറക്റ്റാണ്, എനിക്കതേ അറിയൂ പറയാനായിട്ട്. കാരണം ഇത്രയും ഒരു ഇത് വന്നിട്ടും അതേ റിപ്പീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ വിട്ടു കൊടുക്കരുതടാ. അത് കറക്റ്റാണ് നീ പറയുന്നത്. ലവിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും അങ്ങനെ മതി. എനിവേ, ഇത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. നീ പാട്ടുകാരുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുക. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ വിഷമാവുന്നുണ്ടെങ്കിൽ മാത്രം മതി. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, അല്ലാണ്ട് അതിന് വേണ്ടി ടൈം കളയാൻ ഞാൻ പറയത്തില്ല. പിന്നെ വേറൊന്നും പറയുന്നില്ല, ഹോപ്പ് ചെയ്യാനോ ഒന്നും ഞാൻ പറയത്തില്ല. എനിക്ക് പറയണമെന്നുണ്ട്, അത് പിന്നെ റിഗ്രഷൻ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞു ആലോചിച്ചിട്ട്. ഇത് തന്നെ എല്ലാവരും പറയുന്ന കേട്ടോ. അപ്പം ഞാൻ ഒരു ദിവസം സമയം എടുത്തതൊന്ന് ആലോചിക്കാം, എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കാം. ബെല്ലടിച്ചല്ലോ, എന്നാ നിങ്ങൾ ചെന്നോ, ക്ലാസ് ഇല്ലേ? ശരി ചേട്ടാ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിന്നീട് മെസ്സേജ് ഇട്ടേക്കാം രാത്രി. ശരി പെങ്ങളെ, അങ്ങനെ ആവട്ടെ. എടാ അശ്വിനി, നിന്റെ കാര്യം എന്തായി? നീ അതിനുള്ളിലേക്ക് പറയുന്നുണ്ടോ അശ്വിനോട്? നീ എന്തായി പറയണേ? അത് ശരിയാവൂല. അവനങ്ങനെ ഉണ്ടോയെന്ന് എനിക്കെങ്ങനെ അറിയാനാ? പക്ഷെ എന്തോ എനിക്ക് ആ മെമ്മറീസ് മറക്കാൻ പറ്റുന്നില്ല.
മെമ്മറീസ് ആണല്ലോ ഒത്തിരി ഉള്ളത്. കഴിഞ്ഞ വർഷത്തെയും ഈ ഇയറിലെയും എല്ലാം കൂടെ എനിക്കെന്തോ മറക്കാൻ പറ്റുന്നില്ലടാ. പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് അങ്ങനെയാ. എന്നാലും നീ പറയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് അവരുടെ ലാസ്റ്റ് അല്ലേ. അതായത് ഈ ഒരു ആനുവൽ ഡേക്ക് കൂടെയല്ലേ അവരിനി കാണും. എടാ എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ വേണ്ടത്. എനിക്കിഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമാണ് ഒരുപാട്. പക്ഷെ അത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ലൈക്ക് അവനെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ലടാ. അവൻ പോയാൽ ഞാൻ ഒത്തിരി മിസ് ചെയ്യും, അത് ശരിയാ. പക്ഷെ എന്തോ ലൈക്ക് ശരിയാവില്ലടാ. ഞാൻ പറയുന്നത് അത് ശരിയാവില്ല. ശരിയടാ, നീ അത് ആലോചിച്ചിട്ട് തീരുമാനം എടുക്ക്. ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിൻ്റെ ഇഷ്ടം. പിന്നെ രേഷ്മ എവിടെ? ഇന്നലെ അവൾ പോയി ചോദിച്ചായിരുന്നോ? നിന്നെ വിളിച്ചോ നൈറ്റ് വല്ലതും? ഇല്ലല്ലോ, വിളിച്ചില്ല. മിക്കവാറിപ്പോൾ വരുമായിരിക്കും, നമുക്ക് നോക്കാം. ആ ദേ വന്നല്ലോ. രേഷ്മ എന്തായി? നീ ചെന്ന് സംസാരിച്ചോ? രേഷ്മ നിന്നോടാ ചോദിക്കണേ. എന്തായി, നിങ്ങൾ സംസാരിച്ചോ? അതെ രേഷ്മ, നീ എന്താണെന്ന് പറ. എടാ അത് പിന്നെ അപ്പോൾ മിസ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം ഷോർട്ടാണെന്ന്. കഴിഞ്ഞ 2 എപ്പിസോഡ് മാക്സിമം ഞാൻ കുറച്ചുകൂടെ ലോങ് ആക്കിയിട്ടുണ്ട് സാധാരണയും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഒത്തിരി ഷോർട്ടായാൽ ഒന്ന് ക്ഷമിക്കണം മിസ്സേ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് അതുകൂടെ ഒന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ ഷോർട്ടാവാൻ കാരണം കണ്ടൻസ് ഇനി കുറവാണ്, തീരാറായി. അപ്പം മാക്സിമം ലിമിറ്റിൽ കൊണ്ടുപോയാലേ 2 എപ്പിസോഡ് കൂടെ ഇടാനുള്ളത് കാണും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനി ആവശ്യമാണ്. ആരും അൺസബടിച്ച് പോവില്ല സ്റ്റോറിയുടെ ഇത് കാരണം. പിന്നെ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മെൻഷൻ ചെയ്ത അതേ കമൻ്റ് ആളെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ വീണ്ടും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് എന്താണെന്ന് കാണിക്കാം. ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്സ് ഒക്കെ വരും, ഒന്ന് ക്ഷമിച്ചേക്കണം മിസ്സേ. എനിക്ക് അത്ര പരിചയമില്ലല്ലോ. ലൈക്ക് കുറേ നാൾക്ക് ശേഷം വീണ്ടും തുടങ്ങിയതായതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് കമൻറ്റ് കാണാം. അപ്പോൾ ഇതാണ് കമൻറ്റ്. ഞാൻ ഇതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും എനിക്ക് കമൻറ്റ് ഈ ഒരു എപ്പിസോഡിൽ മെൻഷൻ ചെയ്യണമെന്ന് തോന്നി, അതാണ് മെൻഷൻ ചെയ്യുന്നത്. പ്രിയയുടെ ക്യാരക്ടറുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞു. ട്രസ്റ്റ് ഇഷ്യൂസ് പലർക്കും വരുവാടാം. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ട്രസ്റ്റ് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ തെറ്റ്. പക്ഷെ അതൊരിക്കലും തെറ്റല്ല. നമ്മൾ അങ്ങനെ ഒരു ഓപ്പൺ ഹാർട്ടഡ് ആയതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അത് നോർമലി ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഒരുപാടൊന്നും എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യാതെ എല്ലാം മനസ്സിലാക്കിയിട്ട് ട്രസ്റ്റ് ചെയ്യണം. എല്ലാം ഷെയർ ചെയ്യുമ്പം മനസ്സിലാക്കി ഉറപ്പുള്ളവരുടെ ഷെയർ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ളൂ. മേ ബി നമ്മളെ തളർത്താൻ വരെ ഒരുപാട് പേര് കാണും. പക്ഷേ അതൊന്നും ആലോചിച്ച് തളർന്നു പോവല്ലേ. വീണ്ടും കുറച്ചുകൂടെ സ്ട്രോങ് ആയി മുന്നേറണമെന്ന് ഞാൻ പറയൂ. ഇവൻ ഞാനായാലും ഇത് പറഞ്ഞാലും ഞാൻ അതിൽ ഓപ്പോസിറ്റാണ്. പക്ഷേ നമ്മൾ ശ്രമിക്കണം. നമ്മളെ കൊണ്ട് പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടാവണം. പിന്നെന്താ, കമൻസ് ഞാൻ മെൻഷൻ ചെയ്യാം. എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനെ ലോങ് കമൻസ്, നോർമൽ കമൻ്റ് ആയാലും ശരി, എനിക്കതിനെ കാണുമ്പോൾ ആഡ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ആഡാക്കുന്നതാണ്. അതിനി ഉണ്ടാവും. അതെല്ലാവരും കമൻറ്റ് ഇടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ആരും അധികം ഇടാറില്ല. പക്ഷെ ഉള്ള കമൻറ്റ് മതി എനിക്ക് എങ്ങനെയായാലും സപ്പോർട്ട് ഉണ്ടല്ലോ, അത് മതി നിങ്ങളുടെയൊക്കെ. പിന്നെ ഈ FF തീരാനാണ്. 2 എപ്പിസോഡും കൂടെ ഇനി കാണും. ഈ സങ്കടമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, സ്റ്റോറിയുടേത് അങ്ങനെയാണല്ലോ. പിന്നെ പ്രിയയുടെ ഒരു പുതിയ സ്റ്റോറി വരുന്നുണ്ട്. പ്രിയ എന്ന നെയിമിലായിരിക്കത്തില്ല, അവർ യഥാർത്ഥ ആളുടെ സ്റ്റോറിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറയാം. എപ്പോഴേ പറഞ്ഞാൽ ആ ഒരു ഫ്ലോ പോയാലോ. അപ്പോൾ അടുത്ത എപ്പിസോഡിനും കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണെന്നുള്ളത് കാത്തിരുന്നുണ്ടോ. ക്യൂരിയോസിറ്റി നല്ലതാണ്, അതിപ്പോൾ എനിക്കും ഉണ്ട്. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്താലേ പറ്റൂ. അങ്ങ് വെയിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇനി രേഷ്മയുടെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ അറിയാം. അപ്പോൾ അതുവരയ്ക്കും ബൈ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ ആർ മിസ്സേ. കംസാ.